റിജോ റിജോ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്താ? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നലെ ഞാൻ തന്നെ നോട്ട്സ് ഒക്കെ വായിച്ചു. എല്ലാവരും രണ്ടുപേരും വായിച്ചു. അവരുടെ ഇംഗ്ലീഷ് ഏതൊക്കെ തരത്തിലുള്ള ICU ഉള്ളത്? ICU എത്ര ടൈപ്സ് ഉണ്ട്? കൊറോണറി കെയർ യൂണിറ്റ്, കെയർ യൂണിറ്റ്, പിന്നെ കെയർ യൂണിറ്റ്, ജെറിയാട്രിക്സ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഹൈ ഡിപെൻഡൻസി യൂണിറ്റ്, മൊബൈൽ ഇന്റൻസീവ് കെയർ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, നിയോനൈറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ന്യൂറോളജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, പോസ്റ്റ് അനസ്തേഷ്യ കെയർ യൂണിറ്റ്, സൈക്കാട്രി, ICU. ഓക്കെ. ഓക്കെ, അപ്പോ അതിന്റെ കണ്ടിന്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ഇതിൽ തന്നെ വരുന്നതാണ്. അതായത് ഗൈനക്കോളജി നമുക്ക് എഴുതാനുണ്ട്, അതുപോലെ തന്നെ ഒഫ്താൽമോളജി, പിന്നെന്താ അങ്ങനെ, അതായത് കുറച്ച് നോട്ട്സ് ഉണ്ട് കേട്ടോ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതാം കേട്ടോ. മതിയല്ലോ? ഇന്ന് നമുക്ക് നമ്മൾ എവിടം വരെയാ? വാർഡ് മാനേജ്മെന്റ് കാര്യം വരെയല്ലേ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? അതിന്റെ കണ്ടിന്യൂഷൻ പറയാം കേട്ടോ. ഓക്കെ, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാ പോയിന്റ്സും പറഞ്ഞില്ലേ? ഫാക്ടേഴ്സ് ഇൻവോൾവഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്. ഓക്കെ, ഇനി അടുത്തത് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് സെക്രട്ടറി കേട്ടോ. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക്, അതായത് നഴ്സിംഗ് സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഒരാളാണത് വാർഡ് ക്ലർക്ക് അഥവാ സെക്രട്ടറി എന്ന് പറയുന്നത് കേട്ടോ. അതായത് നഴ്സിംഗ് സ്റ്റേഷനിലെ നഴ്സുമാരുണ്ട്, അതുകൂടാതെ ആ ഒരു നഴ്സിംഗ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ആ ഒരു വാർഡിലെ ഓവറോൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? വാർഡ് സെക്രട്ടറി ആണ് കേട്ടോ. വാർഡ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നാല് നിങ്ങൾ എടുത്ത് ചോദിക്കണം ആരാണെന്ന്. ചിലപ്പോൾ നഴ്സുമാർ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റാഫ് അവിടെ ഇങ്ങനെ ഒരു പോസ്റ്റിൽ എന്തായിരിക്കും വർക്കിംഗ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, അവരോടൊന്ന് ചോദിക്കാം അങ്ങനൊരു പോസ്റ്റ് ഉണ്ടോ, ആരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉണ്ടെങ്കിൽ എന്താണ്, വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ആ ഒരു വാർഡ് ക്ലർക്ക്? അപ്പൊ വാർഡ് ക്ലർക്ക് അഥവാ സെക്രട്ടറി എന്ന് പറയുന്നത് ആ വാർഡ് സ്റ്റേഷൻ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആ നഴ്സിംഗ് സ്റ്റേഷൻ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫ് ആണെന്ത്? വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി. ഞാനിതിൽ നഴ്സിംഗ് സ്റ്റേഷൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്നെ നോട്ട് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നല്ലേ? അപ്പൊ ആ ഒരു സ്റ്റേഷൻ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ആളാണ് വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി കേട്ടോ. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കമ്പൈലിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട്സ്, റിപ്പോർട്ട്സ് ആൻഡ് കറസ്പോണ്ടൻസ്. ഓക്കെ, അതായത് വാർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വാർഡിലെ പേഷ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ ചാർട്ടുകള്, റിപ്പോർട്ടുകള്, അതുപോലെ തന്നെ വാർഡിൽ വരുന്ന കത്തിടപാടുകൾ കേട്ടോ, കറസ്പോണ്ടൻസ് ഒക്കെ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു വാർഡ് സെക്രട്ടറി ആണ്. ഇപ്പൊ വാർഡിലേക്ക് എന്താണ് പല കത്തുകളും മറ്റും വരും അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ആവശ്യത്തിനായിട്ടും വരും, അതുപോലെ തന്നെ എന്താണ് വല്ല എന്താ പറയാ റെപ്രസെന്റേറ്റീവ്സിന്റെ ലെറ്ററുകള്, അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ പേഷ്യൻസിന് അങ്ങനെ വരാറില്ല. അപ്പൊ ഞാൻ പറയാണ്, അപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വാർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കറസ്പോണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നതും അത് കീപ്പ് ചെയ്യുന്നതും ആരാ? വാർഡ് സെക്രട്ടറിയാണ് കേട്ടോ. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ മെഡിക്കൽ ഫയൽ ചാർട്ടുകൾ ഉണ്ടല്ലോ, പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ രേഖകളും കാര്യങ്ങളും, റിപ്പോർട്ടുകൾ, അവരുടെ ലാബ് റിപ്പോർട്ട്, എക്സ്റേ റിപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഇനി സെക്കൻഡ് പോയിന്റ്, കസ്റ്റമേഴ്സ് നീഡ് അസസ്മെന്റ്, മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ സർവീസസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത്
കസ്റ്റമറുടെ കയ്യിൽ നിന്ന്, അതായത് കസ്റ്റമേഴ്സ് ഇപ്പൊ പേഷ്യന്റ് ആയാലും അവർക്ക് വേണ്ടിയിട്ടുള്ള അസസ്മെന്റുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ഓക്കെ, അസസ്മെന്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഓരോ പേഷ്യന്റിനും എന്താണ് അസസ്മെന്റ് എടുക്കുമല്ലോ ഹോസ്പിറ്റലുകളിൽ, അത് ചെയ്യുന്നു. അതുപോലെ തന്നെ അതായത് ആ വാർഡില് അവർക്ക് നൽകുന്ന ഒരു സ്റ്റാൻഡേർഡ്, അതായത് ഒരു ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് ആ വാർഡ് നൽകുന്ന സേവനങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. അതിന്റെ വിലയിരുത്തലുകൾ നടത്തുന്നു, ഇവാലുവേഷൻ നടത്തുന്നു. അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പൊ കസ്റ്റമറിന് ആ വാർഡിൽ കിടക്കുമ്പോൾ ഓരോ ആവശ്യങ്ങളും ഉണ്ടാവുമല്ലോ, ആ ആവശ്യങ്ങൾ അതത് നേരത്തെ, അല്ലെങ്കിൽ ആ പേഷ്യൻസിന് അതത് നേരത്ത് അവരുടെ ആവശ്യങ്ങൾ, നീഡ്സ് ഒക്കെ ഫുൾഫിൽ ആവുന്നുണ്ടോ എന്ന് നോക്കുന്നത്, ആ പേഷ്യന്റിന്റെ മൊത്തം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? അതും വാർഡ് സെക്രട്ടറി ആണ് കേട്ടോ. ഓക്കെ, തേർഡ് പോയിന്റ്, പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് എൻഷുവർ അപ്രോപ്രിയേറ്റ് മെയിൻ്റനൻസ് ഓഫ് പേഷ്യന്റ് കെയർ യൂണിറ്റ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഹോസ്പിറ്റലുകളിൽ എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ എന്താ പറയാ പേഷ്യന്റ് കെയർ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം സ്റ്റാഫുകൾ അവിടെ വർക്കിംഗ് ആണ് കേട്ടോ. അപ്പൊ നഴ്സസ്മാര് മാത്രമല്ല മറ്റു സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും ഉണ്ട്. അപ്പോ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, അതായത് ആ ഒരു വാർഡില്, ആ ഒരു പേഷ്യന്റ് കെയർ യൂണിറ്റില് സ്റ്റാഫുകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആരാണ്? വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി ആണ്. ഓക്കെ, ഫോർത്ത് പോയിന്റ്, അഡ്മിനിസ്റ്റർ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് മാനേജ് ഫ്ലോ ഓഫ് ട്രാഫിക്. അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ആളുകളുമായിട്ടും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ആയിട്ടും എന്താണ് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. ഓക്കെ, അതുകൂടാതെ അവിടെ തിരക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഹോസ്പിറ്റൽ വാർഡ് ആവുമ്പോൾ ധാരാളം തിരക്കുണ്ടാവും എന്നല്ല പറയുന്നത്. ചില സമയത്ത് എന്താണ് പേഷ്യൻസിനെ കാണാനൊക്കെ ഫാമിലിയൊക്കെ വരുമല്ലോ, അങ്ങനെ ആ ഒരു ഇപ്പോ മൂന്നോ നാലോ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഒക്കെ വരികയാണെങ്കിൽ എന്താണ് അതെന്താണ് ഒരു ട്രാഫിക് സൃഷ്ടിക്കും അല്ലെ, അവിടെ ഒരു തിരക്കുണ്ടാവും, അവിടെ നട്ടോ ട്രാഫിക് എന്ന് പറയുന്നത്. അപ്പോ അതിനെ നിയന്ത്രിക്കുന്നു. ഓക്കെ, ആ പേഷ്യന്റിനെ തിരക്കിനെ, ആ പേഷ്യൻസിന്റെ ഫാമിലിയുടെ തിരക്കിനെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു വാർഡ് ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, provide assistance to all nurses and ensure appropriate cleanliness of all units. അതുപോലെ തന്നെ എന്താ പറയുന്നേ, അതായത് നഴ്സുമാർക്കുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നു. ഓക്കെ, അതായത് നഴ്സുമാർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ ആ വാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ യൂണിറ്റ്സിന്റെയും വൃത്തി നോക്കുന്നു കേട്ടോ, ക്ലീൻലിനെസ് നോക്കുന്നു. അതായത് ആ വാർഡുമായി ബന്ധപ്പെട്ടുള്ള ഏരിയകൾ ക്ലീൻ ആണോ, ഇനി ക്ലീൻ അല്ലെങ്കിൽ അവിടെയുള്ള ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനോട് എന്തോ പറയുന്നു ക്ലീൻ ചെയ്യാനൊക്കെ പറയുന്നത് ആരാണ്? ഒരു വാർഡ് സെക്രട്ടറി ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡാറ്റാബേസ് ഓൺ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൾ ഡയഗ്നോസിസ്. അതായത് നമ്മള് പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ട് ഡാറ്റാബേസിലുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു പേഷ്യന്റ് ഇന്ന് വന്ന് അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കാം. ഇന്ന് വന്ന് അഡ്മിറ്റ് ആവുമ്പോൾ അയാളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഭയങ്കരമായിട്ടുള്ള സിക്ക് ആൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം. 2 ദിവസം കഴിയുമ്പോൾ എന്താണ് അയാളുടെ ഒരു കണ്ടീഷനിൽ ചേഞ്ച് വരും അല്ലെ, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് വരും. അപ്പോ ആ ചേഞ്ച് വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം? സിസ്റ്റത്തില് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. വാർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. വാർഡിൽ കിടക്കുന്ന പേഷ്യന്റിന്റെ കണ്ടീഷനിൽ എന്തെങ്കിലും ചേഞ്ച് മാത്രമല്ല, ചിലപ്പോൾ കണ്ടീഷൻ ചിലപ്പോൾ കൂടുതലാവുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ വന്നതിനേക്കാളും കുറച്ചുകൂടി അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ ഡേഞ്ചർ ആവുകയാണെങ്കിൽ എന്താണ് അതും ഒരു എന്താണ് സ്റ്റേറ്റസ് തന്നെയാണ് അല്ലെ. അപ്പൊ അതും എന്ത് ചെയ്യണം? അപ്ഡേറ്റ് നമ്മൾ ചെയ്യണം. എന്തിലാ ചെയ്യേണ്ടത്? സിസ്റ്റത്തിൽ നമ്മൾ പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെയുള്ള അതായത് ഇപ്പോ നഴ്സുമാർക്ക് എന്താ പറയാ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനൊന്നും വരില്ല, പേഷ്യൻസിനെ തന്നെ അവർ നോക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് എന്താണ് ചിലപ്പോൾ ഓർത്തു വെക്കാൻ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ള സമയത്ത് ഇപ്പോ രോഗിക്ക് എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നഴ്സുമാരെ ഓർമ്മിപ്പിക്കണം. ആര്? വാർഡ് സെക്രട്ടറി. ഓക്കെ, അതിന് നഴ്സുമാരെ ഓർമ്മിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? നേരെ പേഷ്യൻസിനോട് ചെന്ന് പറയും, ഇന്ന സമയത്ത് ഇന്ന ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഭക്ഷണത്തിന് മുമ്പ് ഇന്ന ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എന്താണ്
നഴ്സുമാര് ചെന്ന് പറയും അല്ലെ. അപ്പൊ ഇവരെ ഓർമ്മിപ്പിക്കുന്നത് ആരാണ്? നഴ്സുമാരെ ഈ ഒരു വാർഡ് സെക്രട്ടറി ആണ്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണോ? Okay. Next one, coordinate with the various departments and ensure proper services and the supplies of unit. അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, വാർഡ് സെക്രട്ടറി എന്താ ചെയ്യുന്നേ? മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അപ്പൊ ഹോസ്പിറ്റൽ വാർഡ് തന്നെയല്ല, വേറെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ ഹോസ്പിറ്റലില്. ആ ഒരു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വാർഡിലേക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ്, മെഡിസിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങള് വാർഡിൽ അവൈലബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തുന്നു. ഓക്കെ, അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് കൂടാതെ വാർഡിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ്, prepare and update patient charts with the ancillary reports and forms from various departments. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അവരുടെ ട്രീറ്റ്മെന്റിന്റെയും അതുപോലെ തന്നെ കൺസൾട്ടേഷന്റെ ഒക്കെ ചാർട്ട് ഉണ്ടല്ലോ, അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. അതുകൂടാതെ ഇപ്പൊ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളോ റിസൾട്ടുകളോ കിട്ടാനുണ്ടെങ്കിൽ എന്താണ് അത് കളക്ട് ചെയ്യും. ഓക്കെ, ഇപ്പോ ഒരു ഗൈനക്ക് വാർഡിലുള്ള ഒരു ലേഡി ആണെങ്കിൽ അവർക്ക് എന്താണ് ചിലപ്പോ ശ്വാസം മുട്ടിന്റേതായ പ്രശ്നം ഉണ്ടാവാം ചിലപ്പോ. ഓക്കെ, അതായത് വയറുവേദനയായിട്ടാണ് അവര് വരുന്നതെങ്കിൽ, ഇപ്പോ എന്താ പറയാ, യൂട്രസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ടാണ് അവർ വരുന്നതെങ്കിൽ അവരവിടെ അഡ്മിറ്റ് ആവുമല്ലോ, ഗൈനക്ക് ഡിപ്പാർട്ട്മെന്റിലാണല്ലോ അഡ്മിറ്റ് ആവുക. അങ്ങനെ അഡ്മിറ്റ് ആവുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അവർക്ക് എന്തുണ്ട്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആസ്മ പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് എന്തിന്റെ ആവശ്യം വരും? അവിടെ പൾമണോളജി ഡിപ്പാർട്ട്മെന്റ് ആവശ്യം വരും അല്ലെ. ആ ഒരു ഡോക്ടറിന്റെ സേവനം അവർക്ക് ആവശ്യം വരും. അപ്പൊ ചിലപ്പോൾ എക്സ്റേ എടുത്തെന്ന് വരാം, അല്ലെങ്കിൽ കഫം ടെസ്റ്റ് ചെയ്തെന്ന് വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അത് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള ടെസ്റ്റുകളുടെയും കാര്യങ്ങളുടെയും റിസൾട്ടുകളൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മള് കളക്ട് ചെയ്തിട്ട് വെക്കുന്നു. ഓക്കെ, next one, maintain discharge summary reports for all patients and keeps reports of all patients and send the medical reports to MRT after the discharge of patient. അതുപോലെ തന്നെ എന്താ പറയുന്നത്? ഡിസ്ചാർജ് സമ്മറി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഡിസ്ചാർജ് സമ്മറി ഇപ്പൊ പേഷ്യന്റ് ഹോസ്പിറ്റൽ വാർഡിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയാൽ എന്താ ഡിസ്ചാർജ് സമ്മറി ഉണ്ടാവുമല്ലോ, അതെന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ എല്ലാ റെക്കോർഡുകളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? പേഷ്യന്റേതായിട്ടുള്ള റെക്കോർഡും കാര്യങ്ങളൊക്കെ എന്താണ്? കീപ്പ് ചെയ്യുന്നു. ഇനി ആ കീപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങള് രോഗി ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം എങ്ങോട്ടാണ് അയക്കുന്നത്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഈ മെഡിക്കൽ റെക്കോർഡ്, അതായത് രോഗി ഡിസ്ചാർജ് ആയതിനു ശേഷം ആഫ്റ്റർ പേഷ്യന്റ് ഡിസ്ചാർജ് മെഡിക്കൽ റെക്കോർഡ്സ് ടു MRD, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അല്ലാതെ ആ ഒരു വാർഡിലല്ല സൂക്ഷിക്കുന്നത്. ആ ഒരു ഫയൽ എവിടെയാണോ, അല്ലെങ്കിൽ ആ റെക്കോർഡ് കാര്യങ്ങൾ എവിടെയാണോ സൂക്ഷിക്കുന്നത്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നു? സെൻഡ് ചെയ്യുന്നു. ഇത് പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയ ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ സെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, അഡ്മിനിസ്റ്റർ മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ഓൾ ഫിസിഷ്യൻസ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് അറ്റൻഡൻസ്. അതുകൂടാതെ പറയുന്നത് എന്താ പറയുന്നതിനകത്ത്? അതായത് മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ, എല്ലാ ഫിസിഷ്യൻസിന്റെയും എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ്, അതുപോലെ അതായത് അവരുടെ അറ്റൻഡൻസ് കാര്യങ്ങളും മെഡിക്കൽ സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ എന്താണ് കീപ്പ് ചെയ്യുന്നത്. അതായത് ഇവിടെ അറ്റൻഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽ വാർഡില് ഡോക്ടർ റൗണ്ട്സിന് വരുമല്ലോ, അവരുടെ ഒരു അറ്റൻഡൻസ് ആണ് പറയുന്നത്. മറ്റ് സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ആയാലും റൗണ്ട്സിൽ വരുമ്പോൾ അവര് വന്നെന്നുള്ളതിന് ഒരു എവിഡൻസ് വേണ്ടേ? അതായത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യും? അറ്റൻഡൻസിൽ നമ്മൾ കുറിച്ചു വയ്ക്കും അല്ലെ. അപ്പൊ അതും എന്ത് ചെയ്യണം? സൂക്ഷിക്കേണ്ടത് ആരാണ്? ഈ ഒരു വാർഡ് സെക്രട്ടറിയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, മോണിറ്റർ ഓൾ എമർജൻസി കോൾസ് ആൻഡ് ഇവാലുവേറ്റ് ഫെസിലിറ്റീസ് വെൻ റിക്വയർഡ്. അതുപോലെ തന്നെ എല്ലാ എമർജൻസി കോഴ്സുകളും എന്ത് ചെയ്യുന്നു? മോണിറ്റർ ചെയ്യുന്നു. ഓക്കെ, എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് ആരെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റി വരുവാണെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ എന്താണ് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോളുകളോ കാര്യങ്ങളോ, ഇപ്പൊ ആദ്യം തന്നെ ആരെങ്കിലും ഒരു എമർജൻസി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ അവര് നേരത്തെയൊക്കെ വിളിക്കുവാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ നിരീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ആവശ്യമുള്ള സൗകര്യങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ വാർഡ് സെക്രട്ടറി അതിന് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുന്നു.
Next is placing doctor's visit, ECG, echo, etc. in medical record. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഡോക്ടർമാരുടെ വിസിറ്റിന്റെ ആ ഒരു സമയം, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ECGയോ എക്കോയോ അല്ലെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ നിർദ്ദേശിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നോട്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അശ്വിനി ഒന്ന് വായിച്ചിട്ട്, അശ്വിനി ഒന്ന് വായിച്ചിട്ടൊന്ന് പറഞ്ഞു വന്ന് ഒരു സമ്മറി പോലെ പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാ പോയിന്റ്സ് ഒന്ന് വായിച്ചിട്ടൊന്ന് പറഞ്ഞേ. Containing and recording medical charts, reports and correspondence. പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡും അവരുടെ ചാർട്ടും റിപ്പോർട്ടും എല്ലാം തയ്യാറാക്കുന്നുണ്ട്. അത് സൂക്ഷിച്ചിട്ട് കസ്റ്റമേഴ്സ് നീഡ്സ് അസസ്മെന്റ്, മീറ്റിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഫോർ സർവീസസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഒരു കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി അവരുടെ നീഡ്സും അതേപോലെ തന്നെ ക്വാളിറ്റിയുടെ മീറ്റിംഗ് ക്വാളിറ്റി ഒക്കെ കൂട്ടുന്നുണ്ട്. അതുപോലെ പ്രൊവൈഡ് സപ്പോർട്ട് ടു ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് ഇൻഷുർ അപ്രോപ്രിയേറ്റ് മെയിൻ്റനൻസ് ഓഫ് പേഷ്യന്റ് കെയർ യൂണിറ്റ്. ഒരു പേഷ്യന്റ് കെയർ യൂണിറ്റിൽ വേണ്ട എല്ലാ കാര്യങ്ങളും അതുപോലെ ഹെൽത്ത് കെയർ സ്റ്റാഫിന് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് മാനേജ്മെന്റ് ഫോളോ ഓഫ് ട്രാഫിക്. കണ്ടിന്യൂ ചെയ്തോളൂ. പോയോ? ഇല്ല, പറഞ്ഞോളൂ. അതേപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും കറക്റ്റ് ആയിട്ടുള്ള വർക്ക് ഫ്ലോയോടെ തയ്യാറാക്കുന്നുണ്ട്. പ്രൊവൈഡ് അസിസ്റ്റന്റ് ടു ഓൾ നഴ്സസ് ആൻഡ് എൻഷുർ അപ്രോപ്രിയേറ്റ് ക്ലീൻനെസ് ഓഫ് ഓൾ യൂണിറ്റ്സ്. കറക്റ്റ് ആയിട്ടുള്ള ക്ലീൻനെസ്സും അതേപോലെ തന്നെ അവിടെ നിൽക്കുന്ന സ്റ്റാഫിന്, എല്ലാ അസിസ്റ്റന്റ് സ്റ്റാഫിനും ക്ലീൻനെസ്സിനും മറ്റു കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെയിൻറ്റെയിൻ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ഡേറ്റാബേസ് ഓൺ ദ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് നോട്ടിഫൈ നഴ്സിംഗ് സ്റ്റാഫ് ഓൺ ഓൾ ഡയഗ്നോസിസ്. കമ്പ്യൂട്ടേഴ്സിൽ പേഷ്യന്റിന്റെ ഡേറ്റാബേസിനനുസരിച്ചും എല്ലാം അപ്ഡേറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ നഴ്സിംഗ് സ്റ്റാഫിന് എല്ലാ ഡയഗ്നോസിസിനെ കുറിച്ച് നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. കോർഡിനേറ്റ് വിത്ത് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എൻഷുർ പ്രോപ്പർ സർവീസസ് ആൻഡ് സപ്ലൈസ് ഓഫ് യൂണിറ്റ്. മറ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ടെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള സർവീസസും സപ്ലൈസും യൂണിറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് പേഷ്യന്റ് ചാർട്ട് വിത്ത് ancillary reports and forms of various department. പേഷ്യന്റ് ചാർട്ടിൽ അപ്ഡേറ്റ് ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് മറ്റ് ഫോംസിലെയും വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിപ്പോർട്ട്സും മറ്റു കാര്യങ്ങളും അനുസരിച്ച് എല്ലാം അപ്ഡേറ്റ് ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻറ്റെയിൻ ഡിസ്ചാർജ് സമ്മറി റിപ്പോർട്ട്സ് ഫോർ ഓൾ പേഷ്യന്റ് ആൻഡ് കീപ്സ് ദ റെക്കോർഡ്സ് ഓഫ് പേഷ്യൻസ്. പേഷ്യന്റിന്റെ ഡിസ്ചാർജ് സമ്മറീസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുകയും അതേപോലെ തന്നെ പേഷ്യൻസിന്റെ എല്ലാ റെക്കോർഡ്സും അവിടെ തന്നെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് സെൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് ടു MRD ആഫ്റ്റർ ദ ഡിസ്ചാർജ് ഓഫ് ദി പേഷ്യന്റ്. പേഷ്യന്റിന്റെ ഡിസ്ചാർജിന് ശേഷം ഈ റെക്കോർഡ്സ് എല്ലാം MRDയിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അഡ്മിനിസ്ട്രേറ്റർ മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ഓൾ ഫിസിഷ്യൻ ആൻഡ് മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് മെയിൻ്റെനൻസ് റെക്കോർഡ്സ് ഓഫ് ദി അറ്റൻഡൻസ്. അറ്റൻഡൻസ് മെഡിക്കൽ റെക്കോർഡ്സിൽ എല്ലാ ഫിസിഷ്യന്റെയും മെഡിക്കൽ സ്റ്റാഫിന്റെയും അറ്റൻഡൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. മോണിറ്റർ ഓൾ എമർജൻസി കോൾസ് ആൻഡ് ഇവാക്യുവേറ്റ് ഫെസിലിറ്റീസ് വെൻ റിക്വയർഡ്. ഇവാക്യുവേഷൻ ഫെസിലിറ്റിയും അതേപോലെ എമർജൻസി കോളിലും വരുമ്പോൾ അതെല്ലാം മോണിറ്റർ ചെയ്യാറുണ്ട്. പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ്, ECG, എക്കോ എക്സെട്ര മെഡിക്കൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡിൽ ECG, എക്കോ അതേപോലെ ഡോക്ടേഴ്സ് വിസിറ്റിന്റെ എല്ലാം ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ആരെ കുറിച്ചിട്ടായിരുന്നു? ഇത്ര നേരം ആരെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞേ? വാർഡ് ക്ലർക്ക്. വാർഡ് സെക്രട്ടറി അല്ലെ? വാർഡ് സെക്രട്ടറി അല്ലെങ്കിൽ വാർഡ് ക്ലർക്കിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് കേട്ടോ. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അഥവാ ഫ്ലോർ മാനേജറെ കുറിച്ചിട്ടാണ്. വാർഡില് ആരുണ്ട്? ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ എന്ന പേരിൽ ഒരു ആള് വർക്ക് ചെയ്യുന്നുണ്ട്. അയാളുടെ ഡ്യൂട്ടീസും കാര്യങ്ങളും ആണ് പറയാൻ പോകുന്നത്. A patient care executive is a professional who is specialized in helping people who are recovering from disease or disability. He or she monitors the performance of patient care services, compares it to government agency standards and makes adjustment if necessary. അതായത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഈസ് എ പ്രൊഫഷണൽ. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ്.
ഓക്കെ, അത് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്തിനാ? അതായത് ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് അതായത് ആളുകളെ സഹായിക്കുന്നത്? അതായത് ഏതെങ്കിലും ഒരു ഡിസീസസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റിയോ ബാധിച്ച ആളുകളെ റിക്കവർ ചെയ്യാൻ സഹായിക്കുന്ന ആളാണത് ഈ ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി, ഓക്കെ, ഐ മീൻ വൈകല്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസ്, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും എന്താണ് അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ഒരു ഫ്ലോർ മാനേജർ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹം അത് എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് ചെയ്തു കൊടുക്കും. അതായത് പേഷ്യൻസിനെ പഴയ സ്ഥിതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ആയിട്ടുള്ള, അതായത് ഈ ഒരു മേഖലയിൽ എന്താണ് സ്കില്ല് തെളിയിച്ചിട്ടുള്ള വ്യക്തിയുമായിരിക്കും ആര്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അഥവാ ഫ്ലോർ മാനേജർ. ഓക്കെ, he or she monitors the performance of patient care services, compares it to government agency standards and makes adjustment if necessary. എന്താ ചെയ്യുന്നേ? അതായത് ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അഥവാ ഫ്ലോർ മാനേജർ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അവനാകാം അല്ലെങ്കിൽ അവളാകാം. ഓക്കെ, മെൻ ഓർ വുമൺ ആർക്ക് വേണമെങ്കിലും ആകാം ഈ ഒരു പോസ്റ്റില് ഇരിക്കാം. ഓക്കെ, എന്താ ചെയ്യുന്നേ? എല്ലാ സമയവും എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്സർവേഷൻ ചെയ്യുന്നുണ്ട് അല്ലെ? പെർഫോമൻസ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്തിലേക്കുള്ള പെർഫോമൻസ് ആ മോണിറ്റർ ചെയ്യുന്നേ? അതായത് ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റിന് കെയർ കൊടുക്കുന്നുണ്ടോ? ആ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഹോസ്പിറ്റൽ വാർഡിലാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എന്തായിരിക്കും ഒബ്സർവ് ചെയ്യുന്നേ? ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു വാർഡ്, അദ്ദേഹം നിൽക്കുന്ന ആ ഒരു വാർഡില് അവിടെയുള്ള പേഷ്യൻസിന്, അവിടെയുള്ള സ്റ്റാഫുകൾ അല്ലെ, ആ ഒരു പേഷ്യന്റ് കെയർ യൂണിറ്റ് നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് ആരാണ്? ഈ ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഈ രോഗികൾക്ക് അവര് വിചാരിച്ചത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ, അതായത് അവർ വിചാരിച്ച പോലെ അവരെ ട്രീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫ്ലോർ മാനേജറോട് പറയാം. ഓക്കെ, ഫ്ലോർ മാനേജറോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും? അതായത് ഗവൺമെന്റിന്റെ ഇപ്പോ ഗവൺമെന്റ് അഥവാ എന്താ പറയാ ഹോസ്പിറ്റലിൽ ആ ഒരു വിഭാഗം അവർക്ക് കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ഫ്ലോർ മാനേജറോട് പറയാം. ഫ്ലോർ മാനേജർ എന്ത് ചെയ്യും? അതുമായിട്ട് എന്ത് ചെയ്യും? അതായത് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തോട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യും? അത് ഇവർക്ക് നൽകാനായിട്ട് ശ്രദ്ധിക്കും. അതാണ് കേട്ടോ പറയുന്നത്. compares it to government agency standards and makes adjustment if necessary. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ എന്താണ് അത് അവിടെയുള്ള ആളുകളുമായിട്ട്, ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ വിഭാഗമാണെങ്കിൽ അങ്ങനെ അവരോട് സംസാരിച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന ആളാണെന്ത്? ഈ ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അഥവാ ഫ്ലോർ മാനേജർ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ഇതാണ് കേട്ടോ. പ്രൊഫഷണലി സ്കിൽഡ് ആണ്, ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളെ പഴയ അവസ്ഥയിൽ അല്ലെങ്കിൽ ആളുകൾക്ക് ഡിസീസ് അല്ലെങ്കിൽ ഡിസബിലിറ്റിയിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആളാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്. അവര് മോണിറ്റർ ചെയ്യുന്നത് പേഷ്യന്റ് കെയർ സർവീസിനെയാണ് മോണിറ്റർ ചെയ്യുന്നത് കേട്ടോ. അവരെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ വാർഡിൽ കൊടുക്കുന്ന സേവനങ്ങള് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ കൊടുക്കുന്നില്ലെങ്കിൽ എന്താണ്? കൊടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കാൻ വരെ ആർക്ക് റൈറ്റ് ഉണ്ട്? ഈ ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന് റൈറ്റ് ഉണ്ട് കേട്ടോ. ഇനി അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് എൻഷുവേഴ്സ് പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ്സ് ഫ്ലോർസ്. അതായത് ആദ്യം തന്നെ അവരുടെ ആ ഒരു ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് വാർഡിലാണല്ലോ ഇവര് നിൽക്കുന്നേ. ഓക്കെ, വാർഡ് അല്ലെ, ഫ്ലോറിൽ അല്ലെങ്കിൽ വാർഡിലാണല്ലോ നിൽക്കുന്നേ. അപ്പോ അവിടെയുള്ള അല്ലെങ്കിൽ എന്താണ് അവിടെയുള്ള സ്റ്റാഫുകളുടെ ഡിസിപ്ലിൻ എൻഷുവർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ഓക്കെ, അതായത് അവര് ഡിസിപ്ലിൻ ആയിട്ടാണോ ജോലിയൊക്കെ ചെയ്യുന്നതെന്ന് നോക്കുമ്പോ ആ ഒരു വാർഡിൽ എന്താണ് നഴ്സുമാരുണ്ടാവും, വാർഡ് സെക്രട്ടറി ഉണ്ടാവും, ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും. അവരൊക്കെ വരുമ്പോൾ അവർ ഡിസിപ്ലിനോട് കൂടിയാണ് അവിടെയുള്ള വർക്കുകളും കാര്യങ്ങളും നടത്തുന്നതെന്ന് ആരാ നോക്കുന്നത്? ഈ ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ചില കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. എൻഷുവർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ്സിൽ
ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ചെക്ക് നോയിസ് ലെവൽസ്, അതായത് ആ ഒരു നോയിസ് ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു ഇത് ചെക്ക് ചെയ്യും. ഓക്കെ, ശബ്ദം വരുന്നുണ്ടല്ലോ, അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലാവുമ്പോ എന്താണ് അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാനൊന്നും പാടില്ല അല്ലെ. അപ്പൊ ആ ഒരു നോയിസ് ലെവൽ ചെക്ക് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഫ്ലോർ മാനേജർ ആണ് കേട്ടോ. ഇനി സെക്കൻഡ് പോയിന്റ്, എൻഷുവേഴ്സ് അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്, അതായത് ഡോക്ടർമാരുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്നു. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ എന്താണ് ചില സമയത്ത് ചില ടൈമിൽ ചിലപ്പോ എത്തിയെന്ന് വരില്ല, അവർ ചിലപ്പോ എന്താണ് എത്താനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ചിലപ്പോ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് പ്രത്യേക നേരത്തെ തന്നെ അത് നോട്ട് ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു ഫ്ലോർ മാനേജർ അഥവാ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. ഇപ്പൊ ഡോക്ടർമാരുടെ അവൈലബിലിറ്റി, ഡോക്ടർമാർ അവിടെ വന്നിട്ടുണ്ടോ, അവരവിടെ ലഭ്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഇനി തേർഡ് പോയിന്റ്, എൻഷുവേഴ്സ് അബ്രാപ്റ്റ് റെസ്പോൺസ് ടു നഴ്സിംഗ് കോൾസ്, അതായത് നഴ്സിംഗ് കോളുകൾക്ക് മറുപടി കൊടുക്കുന്നു. ഇപ്പൊ നഴ്സുമാർ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഇവരെ വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അറ്റൻഡ് ചെയ്തിട്ട് എന്ത് കൊടുക്കുന്നു? നഴ്സുമാർക്കുള്ള ആൻസേഴ്സ് ഇവര് കൊടുക്കുന്നുണ്ട്. ഇനി ഫോർത്ത് പോയിന്റ്, മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ പിന്നെ പറയുന്നതാണ് എന്ത്? സ്റ്റാഫിന്റെ ബിഹേവിയർ എന്ത് ചെയ്യുന്നു? മോണിറ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ എന്താണ് പെരുമാറ്റ രീതിയും കാര്യങ്ങളൊക്കെ, സ്റ്റാഫുകളുടെ ആ ഒരു വാർഡില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അവരുടെ ബിഹേവിയർ എന്തൊക്കെയാണ് എന്നൊക്കെ നോട്ട് ചെയ്യുന്നത് ആരാ? ഈ ഒരു ഫ്ലോർ മാനേജർ അഥവാ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. അപ്പോ ഞാനിപ്പോ പറഞ്ഞത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. അതിനകത്ത് വരുന്നത് എൻഷുവർ പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് സ്റ്റാഫ് ഇൻ വാർഡ്സ് അല്ലെ. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് ചെക്ക് നോയിസ് ലെവൽസ് ആണ്. സെക്കൻഡ്, ensure availability of doctors. Third, ensure abrupt response to nursing calls. Fourth, monitor staff behavior and attitude. Okay. Doubt ഉണ്ടോ ഇതിനകത്തില്ലല്ലോ? മനസ്സിലായോ? മനസ്സിലായല്ലേ? Second point, performs duties related to hospital information system. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഷോർട്ട് ഫോം ആണ് HIS കേട്ടോ. അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട്, അതൊരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ് അല്ലെ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യുന്നത് ഈ ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. മേക്ക് ഷുവർ ദാറ്റ് അഡ്മിഷൻ റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം. അപ്പൊ ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സോഫ്റ്റ്വെയർ സിസ്റ്റം ആണ് അല്ലെ. അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്യുന്നതാണ്. അത് ഹോസ്പിറ്റലുകളിൽ രോഗികളുടെ കാര്യങ്ങളും മറ്റും ഡാറ്റാബേസിൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ആദ്യത്തെ പോയിന്റ് എന്താണ്? അഡ്മിഷൻസ് സിസ്റ്റത്തിൽ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ ഒരാള് പനിയുമായിട്ട് വന്നു. ഓക്കെ, പനിയുമായിട്ട് വരുമ്പോ ഭയങ്കര അവശതയായിട്ടാണ് അയാൾ വരുന്നത്. പെട്ടെന്ന് തന്നെ അയാളുടെ പേരും മറ്റു കാര്യങ്ങളും മാത്രമേ എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നും എഴുതിയിട്ടില്ല. അയാളെ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യാനുണ്ട് അവിടെ. പിന്നെ ആൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് എന്താണ് ഇങ്ങനെ നമ്മള്, അതായത് ധൃതിയിൽ നമ്മൾ ആൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങള് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകും. ഓക്കെ, സിസ്റ്റത്തിലൊക്കെ കയറാനൊക്കെ എന്താണ്, സിസ്റ്റത്തിലൊക്കെ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ, ഇയാളുടെ പേര്, ഡീറ്റെയിൽസ്, ട്രീറ്റ്മെന്റ് വിവരങ്ങളൊക്കെ സിസ്റ്റത്തിൽ കയറ്റാനായിട്ട് നമ്മള് മറന്നു പോകും. അപ്പൊ അതെന്ത് ചെയ്യാൻ പാടില്ല, അതങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുന്നത്, ഈ അഡ്മിഷൻസ് ഒക്കെ ഈ ഒരു സിസ്റ്റത്തില് റിസീവ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ്, എൻഷുവർ ദാറ്റ് ഡിസ്ചാർജ് ആർ കംപ്ലീറ്റഡ് ഓൺ ടൈം ഇൻ ദ സിസ്റ്റം. അപ്പൊ അഡ്മിഷൻ മാത്രമല്ല, ഡിസ്ചാർജ് സമയം, അതായത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും ആ ഒരു സിസ്റ്റത്തില് ഇത് റിസീവ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ ഒരാളിപ്പോ നമ്മൾ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തതിനു ശേഷം 5 ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം അയാൾ ഡിസ്ചാർജ് ആയിപ്പോയി. ഓക്കെ, പക്ഷെ സിസ്റ്റത്തിൽ എന്ത് തന്നെയാ കിടക്കുന്നത്, ഇപ്പോഴും അവിടെ ആ ഒരു പേഷ്യന്റ് ഉണ്ടെന്ന് തന്നെയാ കിടക്കുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ഒരാളുടെ ഡിസ്ചാർജ് ആയി പോയാല് അത് നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആരാണ്? അത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. തേർഡ് വൺ ഈസ് റിസോൾവ്സ് ഇഷ്യൂ റിലേറ്റഡ് ടു ബെഡ് മാനേജ്മെന്റ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബെഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഹോസ്പിറ്റലുകളില് തിരക്ക് കൂടുമ്പോൾ എന്തുണ്ടാവില്ല, ബെഡുകളുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോ ബെഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് ആരാണ്? ഈ ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ.
ഓക്കെ, അഥവാ ഫ്ലോർ മാനേജർ ആണ് ബെഡുമായിട്ട്. ഇപ്പൊ ബെഡ് ഇപ്പോ അവൈലബിൾ അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മള് ബെഡ് അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അറേഞ്ച്മെന്റ്, ബെഡുമായി ബന്ധപ്പെട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തുന്നത് ഈ ഒരു ഫ്ലോർ മാനേജർ ആണെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് എൻഷുവർ പേഷ്യൻസ് കെയർ, അഡ്രസ്സസ് പേഷ്യന്റ് പ്രോബ്ലം. അപ്പോ പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, പേഷ്യന്റ് പ്രോബ്ലം നമ്മൾ അഡ്രസ് ചെയ്യുന്നു. ഓക്കെ, അഡ്രസ്സസ് പേഷ്യന്റ് പ്രോബ്ലം, പേഷ്യന്റിന്റെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ അഡ്രസ് ചെയ്യുന്നു. രണ്ടാമത്തേത് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ഇൻ കേസ് ഓഫ് എനി എൻക്വയറീസ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, അതായത് എന്തെങ്കിലും അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോ ഏതെങ്കിലും ഒരു പേഷ്യന്റ് വന്ന് നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, അവർക്ക് ഇൻഫോർമേഷൻ നമ്മൾ നൽകുന്നു. തേർഡ് പോയിന്റ്, ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയല്. അതായത് മെഡിക്കൽ റെക്കോർഡ് ഫയല് നമ്മൾ കംപ്ലീറ്റ് ആണോ, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ഫയൽ എന്താണ്, കംപ്ലീറ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എൻഷുവർ പേഷ്യന്റ് കെയറിൽ വരുന്നത് കേട്ടോ. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. ഒരു വാർഡില് പലയധികം, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾസ് ഉണ്ടാവും അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാഫുകൾ അവിടെ വർക്കിംഗ് ആയിരിക്കുള്ളൂ. ഇവരെ എല്ലാവരെയും കൂടി എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിനു വേണ്ടിയിട്ടാണ് കോർഡിനേഷൻ നമ്മൾ നടത്തുന്നത്. ആ വാർഡിന്റെ മികച്ച രീതിയിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാർഡ് കോർഡിനേഷൻ നടത്തുന്നത്. അപ്പോ ആ ഒരു കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്, ആ ഒരു വാർഡിന്റെ യൂണിറ്റ് മീൻസ് അവിടെയുള്ള ആളുകളുടെ ആ ഒരു കോർഡിനേറ്റ് ചെയ്യുന്നതിലൂടെ വാർഡിന് മികച്ച രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഈ കാര്യം ശ്രദ്ധിക്കുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അഥവാ ഫ്ലോർ മാനേജർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, feedback to chairman, HOD in compliance with the quality standards, medical records, audit and significant incidents. അതുപോലെ തന്നെ ചെയർമാന് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ഓക്കെ, ചെയർമാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. എന്തുമായി ബന്ധപ്പെട്ട്, അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ ചെയർമാൻ ഉണ്ടാവും അല്ലെ, ഓക്കെ, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ വാർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു സുപ്പീരിയർ ഓഫീസർ ഉണ്ടാകും. അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ഫീഡ്ബാക്ക് കൊടുക്കും. എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ആ വാർഡിലെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ടുള്ള, ഇപ്പൊ എന്തെങ്കിലും അതായത് അവിടെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടുകളൊക്കെ എന്താണ്, ഇപ്പോ എന്തെങ്കിലും ഇപ്പൊ എക്യുപ്മെന്റ്സിന്റെ കുറവുണ്ടോ, അല്ലെങ്കിൽ മെഡിസിൻസിന്റെ കുറവുണ്ടോ, അല്ലെങ്കിൽ സ്റ്റാഫ് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മള് HODക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ് ഓഡിറ്റ് ആൻഡ് സിഗ്നിഫിക്കന്റ് ഇൻസിഡൻസ്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പൊ വാർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻസിഡൻസ് ഒക്കെ നടക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, HODക്ക് ഫോർവേഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി സിക്സ്ത് വൺ, supervise the duties of ward secretaries on the respective floor, ensure that ward secretaries are placing doctors visit, decide procedures like a preside echo. അതായത് ഈ ഒരു ഫ്ലോർ മാനേജർ ചെയ്യുന്ന വേറൊരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാർഡ് സെക്രട്ടറിയെ പഠിച്ചില്ലേ, വാർഡ് സെക്രട്ടറിയെ സൂപ്പർവൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ വാർഡ് സെക്രട്ടറി എന്ന് പറയുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അഥവാ ഫ്ലോർ മാനേജറുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ, താഴെ വരുന്നതാണ്. വാർഡ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണോ ഇവർ നടത്തുന്നതെന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു ഫ്ലോർ മാനേജറാണ് കേട്ടോ. വാർഡ് സെക്രട്ടറീസ് ഡോക്ടറിന്റെ വിസിറ്റ് രേഖപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻസിന് എക്കോ, ECG അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നഴ്സുമാരെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ആര് തന്നെയാ, ഈ ഒരു ഫ്ലോർ മാനേജർ അഥവാ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അപർണ ഒന്ന് പറഞ്ഞേ, അപർണ. ഫസ്റ്റ് മുതലേ മാം പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് തുടങ്ങി പറഞ്ഞോളൂ കേട്ടോ. A patient care executive is a professional who is specialized in helping people who are recovering from disease or disability. He or she monitors the performance of patient care service, compares it to government agencies standards and makes adjustments of necessary.
ഒരു എക്സിക്യൂട്ടീവ് പ്രൊഫഷണൽ ആണ് അവരെന്ന് പറയണത്. എന്തെങ്കിലും വൈകല്യങ്ങളോ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണ് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ ചെയ്ത് കൊണ്ടുവരാൻ. ഓക്കെ. എന്താണ് പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളൊക്കെ അവരായിരിക്കും നോക്കുക. വാർഡിൽ കൊടുക്കുന്ന സർവീസുകളൊക്കെ അവരായിരിക്കും നോക്കുക. അത് എന്തെങ്കിലും തരത്തില് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അതിന് സാധിക്കും. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ പറയണത് ensure proper discipline of staff in wards floor. ജീവനക്കാരുടെ ശരിയായ രീതിയിലുള്ളത് സ്റ്റാഫുകളുടെ ഒക്കെ ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചെക്സ് നോയ്സ് ലെവൽ, എന്താണ് ശബ്ദങ്ങൾ കാര്യങ്ങളൊക്കെ എന്താണ് വല്ലാതെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ചെക്ക് ചെയ്യും. എൻഷുർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടറുടെ ലഭ്യതകളൊക്കെ ഉറപ്പുവരുത്തും. എൻഷുർ അബ്രപ്റ്റ് റെസ്പോൺസ് ടു നേഴ്സിംഗ് കോൾസ്, നേഴ്സുകളുടെ കോളുകൾക്ക് വേണ്ട രീതിയിലുള്ള റെസ്പോൺസ് കൊടുക്കുക. മോണിറ്റർ സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്, സ്റ്റാഫുകളുടെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡൊക്കെ മോണിറ്റർ ചെയ്യും. പെർഫോം ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലുള്ള ഡ്യൂട്ടീസ്, അതിൽ നടക്കുന്ന ഡ്യൂട്ടീസ് നോക്കുക. മേക്ക് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻസ് റിസീവ്ഡ് ഇൻ സിസ്റ്റം, പുതുതായിട്ടുള്ള അഡ്മിഷൻസ് റിസീവ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. എൻഷുർ ദാറ്റ് ഡിസ്ചാർജസ് ആർ കംപ്ലീറ്റഡ് ഓൺ ടൈം ഇൻ ദ സിസ്റ്റം, ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ എന്താണ് അതിന്റെ ഡീറ്റെയിൽസും എന്താണ് റിസീവ് ആയണോ എന്നുള്ളത് നോക്കുക. റിസോർട്സ് ഇഷ്യൂഡ് റിലേറ്റഡ് ടു ബെഡ് മാനേജ്മെന്റ്, വാർഡുകളിലുള്ള ബെഡ് ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യാം. എൻഷുർ പേഷ്യൻസ് കെയർ, രോഗിയുടെ പരിചരണം നോക്കുക. അഡ്രസ് പേഷ്യൻസിന്റെ പ്രോബ്ലം പരിഹരിക്കുക. പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇൻ കേസ് ഓഫ് എനി ഇൻക്വയറീസ്, എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ വരികയാണെങ്കിൽ അതിനുള്ള വിവരങ്ങൾ കൊടുക്കുക. ചെക്കിംഗ് കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയലുകൾ ചെക്ക് ചെയ്യുക. കോർഡിനേറ്റ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്, വാർഡ് യൂണിറ്റിന്റെ കാര്യങ്ങളൊക്കെ ഏകോപിച്ചിട്ട് നോക്കുക. ഫീഡ്ബാക്ക് ടു ചെയർമാൻ HOD ഇൻ കംപ്ലൈൻസ് വിത്ത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ഓഡിറ്റ് ആൻഡ് സിഗ്നിഫിക്കന്റ് ഇൻസിഡൻസ്. ഫീഡ്ബാക്ക് ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ക്വാണ്ടിറ്റി സ്റ്റാൻഡേർഡ്സോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഫീഡ്ബാക്ക് കൊടുക്കുക. Supervise the duties of ward secretaries on the respective floor, ensures that ward secretaries are placing doctors, visitors beside procedures like beside echo, ECG. അതായത് വാർഡ് സെക്രട്ടറിയുടെ മേൽനോട്ടം വഹിക്കുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആയിരിക്കും. ഡൗട്ട് ഒന്നുമില്ലല്ലോ പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ് കേട്ടോ. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. അപ്പൊ നമ്മൾ വാർഡ് സെക്രട്ടറി പറഞ്ഞു, പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് അഥവാ ഫ്ലോർ മാനേജർ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ അഥവാ PRO. PRO കേട്ടിട്ടുണ്ടോ? പറഞ്ഞ ഹോസ്പിറ്റലുകളിൽ PRO കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. Patient relation officer are responsible for managing the relationship between healthcare providers and their patients. They work with the doctors, nurses, hospitals, and the pharmaceutical companies, etc., to make sure that all patients involved in a patient's care pleased with their experience. അതായത് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്
അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ട്. എന്തിനാ അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി ഉള്ളത്? ഫോർ മാനേജിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. അതായത് ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്മാരും പേഷ്യന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതില്, മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഉത്തരവാദിത്തമുള്ള ആളാരാണ്? ആര്? ഈ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി, അദ്ദേഹത്തിന് റെസ്പോൺസിബിൾ ആണ് അദ്ദേഹം. എന്തിനു വേണ്ടിയിട്ടാ? അതായത് റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാനായിട്ട്. ആര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അദ്ദേഹം മാനേജ് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്മാരും പേഷ്യൻസ് തമ്മിലുള്ള റിലേഷൻ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണിത് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. They work with the doctors, nurses, hospitals and pharmaceutical companies. ഈ ഒരു PRO എന്ന് പറയുന്ന ആള് ഡോക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്നു, നഴ്സസുമായിട്ട് വർക്ക് ചെയ്യുന്നു, ഹോസ്പിറ്റൽസ് അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്ന ആളാണിത് PRO എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരുമായിട്ട് ഇപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഇപ്പോ എനിക്കറിയില്ല, കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല പറഞ്ഞ, അതായത് ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പേഷ്യന്റിന്റെ ഫാമിലിയും ഹോസ്പിറ്റൽ അധികൃതരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിടയ്ക്ക് നിന്ന് പരിഹരിക്കുന്നത് ആരാണ്? ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ അദ്ദേഹം ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കുന്നു, നഴ്സസുമായിട്ട് സംസാരിക്കുന്നു, ഹോസ്പിറ്റൽസുമായിട്ട് സംസാരിക്കുന്നു, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായിട്ട് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. അപ്പോ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ഷുവർ ദാറ്റ് ഓൾ പേഷ്യൻസ് ഇൻവോൾവഡ് ഇൻ എ പേഷ്യൻസ് കെയർ പ്ലീസ്ഡ് വിത്ത് ദെയർ എക്സ്പീരിയൻസ്. അതായത് അദ്ദേഹത്തിന്റെ ഇതില്, അതായത് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവർത്തനത്തില് പേഷ്യൻസിന് വേണ്ട രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? എല്ലാവരുമായിട്ട് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു PRO എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു എന്തായിട്ടാണ് നിൽക്കുന്നത്? അതായത് പേഷ്യൻസിനും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഇടയിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആരാണ്? പേഷ്യന്റ് റിലേഷൻ ഓഫീസറാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ജോബ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെ ജോബ് ഡ്യൂട്ടീസ് എന്ന് നോക്കാം. എ പേഷ്യന്റ് റിലേഷൻ മാനേജേഴ്സ് typically has an expensive range of responsibilities which include, അതായത് ഈ ഒരു പേഷ്യന്റ് റിലേഷൻ മാനേജർക്ക് കുറച്ചും കൂടി എന്താ പറയാ, എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അതായത് മറ്റേതൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മറ്റേതൊരു സ്റ്റാഫിനേക്കാളും കുറച്ചും കൂടി റേഞ്ച് കൂടിയ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുക. അതായത് കടുകട്ടിയുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയില്ലേ, അതാണ് ആർക്ക് ഉണ്ടാവുക? PROന് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് വരുന്നത് എൻഷുറിംഗ് ദാറ്റ് പേഷ്യൻസ് ആർ കംഫർട്ടബിൾ ഡ്യൂറിംഗ് ദെയർ വിസിറ്റ്. അതായത് എൻഷുറിംഗ്, അതായത് ഉറപ്പുവരുത്തുന്നു. എന്താ ഉറപ്പുവരുത്തുന്നത്? പേഷ്യൻസ് ആർ കംഫർട്ടബിൾ. പേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? കംഫർട്ടബിൾ ആണ്. എപ്പോഴാണ്? അവര് ഹോസ്പിറ്റലില് വിസിറ്റ് ചെയ്യുമ്പോൾ അവര് കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പുവരുത്തുന്നത് ആരാണ്? ഈ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ് കേട്ടോ. ഓക്കെ, അവരുടെ ആദ്യത്തെ വെൽക്കം, അതായത് അവരെ നല്ല രീതിയിൽ സ്വീകരിക്കും, അതായത് അവര് വരുമ്പോൾ അവർക്ക് നല്ലൊരു അന്തരീക്ഷം കിട്ടുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നത് ഈ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസറാണ്. രണ്ടാമത്തെ പോയിന്റ്, മേക്കിംഗ് ഷുവർ ദാറ്റ് പേഷ്യൻസ് ആർ അവെയർ ഓഫ് എനി ചേഞ്ചസ് ഇൻ ദെയർ ട്രീറ്റ്മെന്റ് plans or medical conditions and informing them of any imminent appointments. ഇപ്പോ പേഷ്യൻസ് അവിടെ കിടക്കുവാണെങ്കിൽ അവർക്ക് അവരുടെ ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തുവാണെങ്കിൽ ഈ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ PRO എന്ത് ചെയ്യും? അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇപ്പോ ഒരു ഡോക്ടർ പേഷ്യന്റിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ കാര്യമായിട്ട് ചേഞ്ചസും കാര്യങ്ങളും ഒന്നുമില്ല. ഓക്കെ, അയാൾ വന്ന മെഡിക്കൽ കണ്ടീഷനിൽ തന്നെയാണ് രോഗി ഇപ്പോഴുള്ളതെങ്കിൽ എന്താണ്? ആ ട്രീറ്റ്മെന്റ് നമ്മൾ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നത് അല്ലെ, ചേഞ്ചസ് കൊണ്ടുവരാൻ അല്ലെ. അപ്പൊ അങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ PROയോടാണ് ആദ്യം സംസാരിക്കുക. PRO ഇടപെട്ടിട്ടാണ് ഡോക്ടറോട് ഇക്കാര്യം സൂചിപ്പിക്കുക കേട്ടോ. ഇനി അവിടുത്തെ ചികിത്സ പോരെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സൗകര്യം കൂടി ആര് ചെയ്തു കൊടുക്കുന്നുണ്ട്? PRO ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി തേർഡ് പോയിന്റ്, അറേഞ്ചിങ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ടു ഫ്രം അപ്പോയിന്റ്മെന്റ്സ് ആസ് നീഡഡ്. അതുപോലെ തന്നെ, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിനായി പോകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ആരാ ചെയ്ത് കൊടുക്കുന്നത്? PRO ആണ് ചെയ്ത് കൊടുക്കുന്നത്.
Fourth one, providing emotional backup to patients, including answering patients' question answer and offering reassurance. അതുപോലെ തന്നെ പേഷ്യന്റിന് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നത്. ഇപ്പൊ മെന്റലി തളർന്നിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് കാര്യങ്ങൾ ആരാ കൊടുക്കുന്നത്? ഈ ഒരു PR ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പേഷ്യന്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നു കേട്ടോ, ആൻസർ ചെയ്യുന്നു. അതുപോലെ തന്നെ റീഅഷ്വറൻസ് കൊടുക്കുന്നു. വീണ്ടും അതായത് ചില പേഷ്യൻസ് എന്താണ്, അവർക്ക് ചിലപ്പോ അവരുടെ ആ ഒരു മെഡിക്കൽ കണ്ടീഷനിൽ ഉറപ്പുണ്ടാവില്ല. അതായത് ഇത് മാറൂലേ, അതായത് അവരൊരു അസുഖമായിട്ടായിരിക്കും ചിലപ്പോ വരുന്നത്. ഇത് മാറൂലേ എന്ന് പറയുന്ന ആ ഒരു രണ്ട് രീതിയിൽ നിൽക്കുകയാണ്. അവർക്ക് യാതൊരു ഉറപ്പുമില്ല അവര് രക്ഷപ്പെടുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള പേഷ്യൻസിനാണെങ്കിൽ അവർ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു. അതുകൂടാതെ എന്താ ചെയ്യുന്നത്? അവർക്ക് റീഅഷ്വറൻസ് കൊടുക്കുന്നു. അത് ഉറപ്പ് കൊടുക്കുന്നു, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ എവിടെ എത്തിയത് സേഫ് ആണ്, നിങ്ങളുടെ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സർവീസ് തരും, കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നിങ്ങൾ പഴയ അവസ്ഥയിലേക്കാകും എന്നുള്ള റീഅഷ്വറൻസ് ആരാ കൊടുക്കുന്നത്? PRO ആണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, coordinating with the physicians and other healthcare professionals to make sure that all needs are met during patient visits. അതായത് മറ്റ് ഫിസീഷ്യന്മാരുമായിട്ടും ഇപ്പൊ മറ്റു ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ഫിസീഷ്യൻസ്മാരുമായിട്ടും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുമായിട്ട് എന്ത് ചെയ്യുന്നു? മീറ്റിംഗ്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണോ പേഷ്യൻസിന് വേണ്ടത് ആ കാര്യങ്ങള് പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ഇപ്പൊ ഡോക്ടറോട് പറയാൻ മടിയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് അവർ വെട്ടി തുറക്കൊന്നും പറയില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് PRO കൂടെ ചെല്ലുവാണെങ്കിൽ എന്താണ്, ഇന്ന കാര്യങ്ങളാണ് പേഷ്യന്റ് വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നുള്ളൊരു ബോധ്യം ഡോക്ടർമാർക്ക് ഉറപ്പുവരുത്തുന്നു കേട്ടോ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, maintaining extant records of patient meetings with the physicians, nurses and other staff nurses. അതുപോലെ തന്നെ ഫിസീഷ്യൻസുമായിട്ടുള്ള മീറ്റിങ്ങുകളുടെ റെക്കോർഡുകൾ. ഓക്കെ, പേഷ്യന്റിനെ ഫിസീഷ്യൻസ് കാണാനായിട്ട് പോകുമല്ലോ, അങ്ങനെ കാണാനായിട്ട് പോകുമ്പോൾ അവരുമായിട്ടുള്ള റെക്കോർഡ്, അതായത് ഫിസീഷ്യൻ രോഗിയെ മീറ്റ് ചെയ്യുന്ന ആ ഒരു റെക്കോർഡ് ഉണ്ടല്ലോ, അവർ ഫയൽ എഴുതുമല്ലോ, ആ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കുന്നു. അതുകൂടാതെ നഴ്സുമാരുടെയും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫ് നഴ്സുമാരും എന്താണ്, റിപ്പോർട്ടുകളൊക്കെ എഴുതുന്നുണ്ട്. അപ്പൊ ആ റിപ്പോർട്ടുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ആരാണ്? ഈ ഒരു PRO ആണ് അത് സൂക്ഷിച്ച് വെക്കുന്നത്. നെക്സ്റ്റ് വൺ, സെറ്റിംഗ് പേഷ്യന്റ് കംപ്ലൈന്റ്സ്, കൺസേൺസ് ആൻഡ് ക്വസ്റ്റ്യൻ അബൌട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻസ്, ഡയഗ്നോസിസ്. അതുപോലെ തന്നെ പേഷ്യന്റിന് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആശങ്കകൾ അല്ലെ, കൺസേൺസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ, അതായത് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അതൊക്കെ എന്ത് ചെയ്യുന്നു? പരിഹരിച്ചു കൊടുക്കുന്നു. ഇപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ആൻസർ ചെയ്യുന്നു, കംപ്ലൈന്റ്സ് പറയുമ്പോൾ അത് പരിഹരിച്ചു കൊടുക്കുന്നു, ആശങ്കകള് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? PRO അവിടെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, മേക്കിംഗ് പേഷ്യൻസ് അവെയർ ഓഫ് ഹെൽത്ത് സർവീസസ് ആൻഡ് ഫെസിലിറ്റീസ് അവൈലബിൾ ഫോർ പേഷ്യൻസ് അറ്റ് ഹോസ്പിറ്റൽ. പിന്നീടുള്ളതാണ്, പേഷ്യൻസിന് എത്രമാത്രം സേവനങ്ങളാണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്, എത്രയൊക്കെ ഫെസിലിറ്റീസ് ആണ് ഹോസ്പിറ്റലിൽ അവിടെ കൊടുക്കുന്നത് എന്ന് പേഷ്യന്റിനോട് പറയുന്നു. ഇപ്പൊ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവരോട് എന്താ പറയാ? ഈ ഒരു ഹോസ്പിറ്റലിൽ ഇന്ന സർവീസ് ഉണ്ട്, ഈ ഒരു ഹോസ്പിറ്റലിൽ ഇന്ന ഫെസിലിറ്റീസ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ആരോട് പറയുന്നുണ്ട്? പേഷ്യന്റിനോട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് കൺവേ കംപ്ലൈന്റ്സ് ഓർ പ്രോബ്ലംസ് ടു അപ്രോപ്രിയേറ്റ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ വകുപ്പുമായിട്ട് ഈ ഒരു PRO നേരിട്ട് കണക്ട് ആയി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ എന്താ പറയാ, കണ്ണിന്റെ ഒരു ഇഷ്യൂ, അതായത് ഐയുടെ പ്രോബ്ലം ആയിട്ട് ഒരാൾ വരികയാണെങ്കിൽ ആ ആൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും കിട്ടുന്നില്ലെന്ന് വിചാരിക്കാം.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അയാൾ എന്ത് ചെയ്യും? ഈ PROയെ നേരിട്ട് കണ്ടിട്ട് പറയും, ഞാനിവിടെ കിടക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ല, ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് ഇങ്ങനെയുള്ള സേവനങ്ങളൊന്നും ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PRO ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുമായിട്ട് ചർച്ച നടത്തി അയാൾക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് അസിസ്റ്റന്റ് സെറ്റിംഗ്സ് conflicts and act as an intermediary between patients, families and staff. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ഇന്റർമീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു കേട്ടോ. അതായത് രണ്ടു കൂട്ടർക്കും ഇടയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇന്റർമീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. അസിസ്റ്റന്റ് സെറ്റിംഗ് കോൺഫ്ലിക്ട്സ് കേട്ടോ. ഓക്കെ, അതായത് ഇപ്പൊ പേഷ്യന്റിന്റെ ഫാമിലീസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ആ ഒരു വിഭാഗം, ഹോസ്പിറ്റൽ അധികൃതരുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്ട് ഉണ്ടാവുകയെന്ന് വിചാരിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാൻ, സർജറി ചെയ്തതിന് ശേഷം പേഷ്യന്റിന് ഭയങ്കരമായിട്ടുള്ള വേദനയാണ്, വേദന നിൽക്കുന്നില്ല എങ്കിൽ എന്താണ്? പേഷ്യന്റ് റിലേറ്റീവ് അവിടെ പ്രശ്നം ഉണ്ടാക്കും അല്ലെ? അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഹോസ്പിറ്റലിലെ അതായത് ആ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗവും അതുപോലെ തന്നെ ഈ പേഷ്യന്റിന്റെ റിലേറ്റീവ്സും തമ്മിൽ ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പോൾ അതിനിടയിൽ ഒരു ഇന്റർമീഡിയേറ്റർ ആയിട്ട് നടുക്ക്, അതായത് ഒരു മധ്യസ്ഥനായിട്ട് നിന്നുകൊണ്ട് അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നത് ആരാണ്? അത് ഈ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. അതുകൊണ്ടാണ് ഇന്റർമീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, collect data and information about the patient's feedback and make recommendation appropriately. അതായത് പേഷ്യന്റ് കയ്യിൽ നിന്നുള്ള ഡാറ്റകളും മറ്റും ശേഖരിക്കുന്നു, അതുപോലെ തന്നെ പേഷ്യന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റലിനെ കുറിച്ച് അല്ലെങ്കിൽ അവര് കൊടുക്കുന്ന സേവനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവുമല്ലോ, നമ്മളോട് റിവ്യൂ ചെയ്യാൻ പറയും അല്ലെ? ആ ഒരു ഫീഡ്ബാക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്ത് വെക്കുന്നത് ഈ ഒരു PRO ആണ്. Next, explaining policies, procedures or services unknown to patients by using medical administrative knowledge. അതുപോലെ തന്നെ പേഷ്യൻസിന് എന്താണ് ആ ഹോസ്പിറ്റലിലെ പോളിസികളെ കുറിച്ച്, അവിടെയുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ച്, അവിടെയുള്ള സർവീസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാണ്? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, മോണിറ്ററിംഗ് ആൻഡ് അനലൈസിംഗ് ദ പേഷ്യൻസ് റൈറ്റ് ആൻഡ് ദ റെസ്പോൺസിബിലിറ്റീസ്. അതുകൂടാതെ ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റിന് എങ്ങനെയുള്ള റൈറ്റ് ആണുള്ളത്, ആ പേഷ്യന്റ് എത്രമാത്രം റൈറ്റ്സ് അവിടെ കിട്ടണം, അല്ലെങ്കിൽ എന്താണ് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ആ ഒരു PRO ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു അതായത് പേഷ്യന്റിനെ അവെയർ ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ? പേഷ്യന്റിന് എത്രമാത്രം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഒരു ഹോസ്പിറ്റലില്, അല്ലെങ്കിൽ പേഷ്യന്റിന് കിട്ടേണ്ട റൈറ്റ്സ് എന്തൊക്കെയാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് മോണിറ്റർ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു PRO ആണ്. ഓക്കെ, ക്ലിയർ ആണോ? മാം, ഇത് എന്താ പറയാ, coordinating with the physician and other healthcare professionals to make sure that all needs are met during patient visits. അതായത് ഈ ഡോക്ടേഴ്സും മറ്റുമൊക്കെ പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാനായിട്ട് വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ അവരുടേതായിട്ടുള്ള, അതായത് കോർഡിനേറ്റിംഗ് വിത്ത് ഫിസിഷ്യൻസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, സോ മേക്ക് ഷുവർ ദാറ്റ് ഓൾ നീഡ്സ് ആർ മെറ്റ് ഡ്യൂറിംഗ് പേഷ്യന്റ് വിസിറ്റ്. അതായത് ഈ പേഷ്യൻസും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഒക്കെ ഫിസിഷ്യൻസും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഒക്കെ പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ അവര് ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണോ ചെയ്യുന്നത്? ഇപ്പൊ ഡോക്ടേഴ്സ് രോഗിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ സ്റ്റാഫുകൾ വരുമ്പോൾ അവര് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ ആ ഒരു റൗണ്ട്സിന്റെ സമയത്തൊക്കെ? അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കോർഡിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളോട് കോപ്പറേറ്റ് ചെയ്യുന്നത് PRO ആണെന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? നമുക്കിതൊന്ന് ഒരു പ്രാവശ്യം കൂടി എടുക്കാം, വേറെ നോട്ട്സും തരാനുണ്ട് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് നോട്ട്സ് തരാം കേട്ടോ ഞാൻ. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം.